ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഉമ്മനഹൃദയ പ്രതിഷ്ഠയുടെ 7ാം ദിവസത്തിലാണ് നമ്മൾ ഇന്ന്. പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മ നമ്മുടെ സ്പിരിച്വൽ മദറാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ സ്പിരിച്വൽ മദറാണെന്ന് പറയാൻ കാരണം, കുരിശിന്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മേനെ ഈശോ യോഹന്നാന് കൊടുത്തു. അനന്തരം അവനെ ശിശുവിനോട് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷത്തില് 19-ാമത്തെ 27-ാമത്തെ വചനമാണ്. അനന്തരം അവനെ ശിശുവിനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിശുൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ജപമാലകൾ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് അമ്മയെ നമുക്ക് കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കുക. ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്നത് കാണാൻ പറ്റും. ഒരമ്മ ഒരു കുഞ്ഞിന് എന്ത് വേണമോ അത് നോക്കി നോക്കി നിന്ന് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന പലപ്പോഴും നമ്മുടെ അമ്മമാരാണ്. എന്നാൽ അത് തന്നെയാണ് ഈ പരിശുദ്ധ അമ്മയും ചെയ്യുക. ആത്മീയമായ ആഗ്രഹങ്ങളും ഭൗതിക ആഗ്രഹങ്ങളും നമുക്ക് അമ്മയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കണം. ഈ ഈശോ നമുക്കായി നൽകിയ ഈ പരിശുദ്ധ അമ്മേനെ ഇവിടെ ഹൃദയം തുറന്ന് നമ്മൾ സ്നേഹിക്കണം. ഈ അമ്മയുണ്ടല്ലോ, നമുക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാം അമ്മ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമായി പോകില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വ്യക്തി ഒത്തിരി സങ്കടത്തോടെ ഒരിക്കലും എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഈ അമ്മയോട് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ. ആരോട്? പരിശുദ്ധ അമ്മയോട്. അമ്മേ മാതാവേ, ഈ ഒരു വേദനയ്ക്ക് മുൻപിൽ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സിസ്റ്റർ, എന്റെ ജീവിതത്തില് പരിശുദ്ധ അമ്മ വലിയൊരു മിറക്കിൾ നടത്തി എന്നെ മോചിപ്പിച്ചു എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നതിന്റെ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. അമ്മയെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എത്രയോ പാട്ടുകൾ കേൾക്കാറുണ്ട്. അമ്മ, എന്റെ അമ്മേ, അമ്മ തായെ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ, പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് പരിപൂർണമായൊരു സമർപ്പണം ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മ സ്വയം നമുക്കായിട്ട് ഈശോ നൽകിയതുപോലെ നമുക്ക് നമ്മളെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഒരു സമർപ്പണത്തിലൂടെ നമ്മുടെ ആത്മീയ മദറായ, സ്വർഗത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈ യാത്രയിൽ നമുക്ക് മുന്നേറാം. അതിനുള്ള കൃപ പരിശുദ്ധ അമ്മ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.